മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്ക് എതിരായ വധശ്രമം കാടത്തവും ഭീരുത്വവുമെന്ന് രാജ്യസഭാ മുൻ ഉപാധ്യക്ഷനും കെ.പി.സി.സി. നിർവാഹക സമിതി അംഗവുമായ പി.ജെ. കുര്യൻ. ആക്രമണം അങ്ങേയറ്റം പ്രതിഷേധാർഹവും കിരാതവും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് എതിരെയുള്ള കയ്യേറ്റവുമാണ്. ആക്രമിച്ചവർക്കെതിരെ സർക്കാർ ശക്തമായ നടപടിയെടുക്കണം. അവരെ നിയമത്തിന് മുൻപിൽ എത്തിക്കുകയും അർഹമായ ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് പി.ജെ. കുര്യൻ ഫേസ്ബുക്ക് കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ശ്രീ ഷാജനെ ആക്രമിച്ചവർക്കെതിരെ സർക്കാർ ശക്തമായ നടപടിയെടുക്കണം. അവരെ നിയമത്തിന് മുൻപിൽ എത്തിക്കുകയും വേണം. അർഹമായ ശിക്ഷ ഉറപ്പാക്കുകയും വേണം. മുഖ്യധാര മാധ്യമങ്ങളെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഓൺലൈൻ മാധ്യമങ്ങളും. അതേസമയം മറുനാടൻ മലയാളി ചീഫ് എഡിറ്ററെ കാറടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് 6-അംഗ ഡിവൈഎഫ്ഐ സംഘം. ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷാജൻ സ്കറിയ സജീവമായി പങ്കെടുത്തിരുന്നു. ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് ആക്രമണമായി മാറിയത്. ധാർ ജീപ്പിൽ കാത്തുനിന്ന സംഘം ഷാജൻ സ്കറിയെ പിന്തുടരുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഹാളിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം. വിവാഹവേദിയിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ആരോ പിന്തുടരുന്നത് ഷാജൻ സ്കറിയയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് വിവാഹ സ്ഥലത്തു നിന്നും റിസപ്ഷൻ വേദിയിലേക്ക് വരുന്ന മറ്റാരോ ആണെന്നാണ് കരുതിയത്. അമിത വേഗതയിൽ സിനിമാ സ്റ്റൈലിൽ ചേസ് ചെയ്ത് മുമ്പോട്ട് കയറിയ ഥാർ ഷാജൻ സ്കറിയയുടെ വാഹനത്തിന്റെ വശത്ത് ഇടിച്ച് മറിച്ചിടാനായിരുന്നു ശ്രമിച്ചത്. കാർ നിയന്ത്രണം വിട്ടു പോകാതെ ആത്മസംയമനം വീണ്ടെടുത്ത ഷാജൻ സ്കറിയ തന്റെ കാറിൽ വന്നിടിച്ചത് വിവാഹത്തിന് വന്നവരുടെ വാഹനമാണെന്ന് തന്നെ കരുതി. അങ്ങനെ അവരോട് കാര്യം ചോദിക്കാനായി കാറിന്റെ ഗ്ലാസ് മാറ്റി. ഇതിനിടയിലാണ് 6-അംഗ സംഘം അക്രമം നടത്തിയത്. ആരാണ് ആക്രമിച്ചതെന്ന് ഷാജൻ സ്കറിയയ്ക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ആക്രമണം. ഷാജൻ സ്കറിയ വാഹനത്തിൽ വിവാഹവേദിയിൽ നിന്നും പുറത്ത് കാത്തുനിന്ന ധാർ പിന്നാലെ തന്നെ പോയി. CPM-നോട് അനുഭവമുള്ള ബ്രിട്ടനിലെ പ്രവാസി വ്യവസായിയുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന നടന്നതെന്നാണ് സൂചന. ഈ വ്യവസായിയുടെ കള്ളത്തരങ്ങൾ മറുനാടനിലൂടെ പുറം ലോകം അറിഞ്ഞു. CPM-നും ഇയാളെ തള്ളിപ്പറയേണ്ട അവസ്ഥയുണ്ടായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അതിവിശ്വസ്തനായിരുന്നു ഇയാൾ. ഗോവിന്ദന്റെ മകനെതിരെയും ആക്രമണങ്ങൾ നടന്നു. സർക്കാർ ഫണ്ട് വെട്ടിച്ച് ശുചിത്വ സാഗരം പദ്ധതി അടക്കം പുറത്തെത്തി. ഇതിന്റെ പക CPM-ലെയും DYFI-ലെയും വിശ്വസ്തരെ ഉപയോഗിച്ച് നടപ്പിലാക്കുകയായിരുന്നു അയാളെന്നാണ് സൂചന. റിപ്പോർട്ടർ TVയുടെ ഓഫീസിൽ കരിയോയിൽ ഒഴിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അതിവേഗ നീക്കങ്ങൾ നടത്തിയിരുന്നു. സമാന ഇടപെടൽ ഷാജൻ സ്കറിയയെ ആക്രമിച്ചവർക്കെതിരെ ഉണ്ടാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അല്ലാത്തപക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തരം വഹിക്കുന്നവർക്കുമെല്ലാം ഈ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് കരുതേണ്ട സാഹചര്യം വരും. ശതകോടീശ്വരനായ മറ്റൊരു പ്രവാസി വ്യവസായിയുടെ പകയും പകൽ പോലെ വ്യക്തമാണ്. അടുത്ത കാലത്ത് ആ പ്രവാസിക്ക് ചില തിരിച്ചടികൾ ഉണ്ടായിരുന്നു.